गाइस वेलकम बैक टू आवर चैनल। तो हम आ गए हैं आदू की कौन है पार्ट के साथ। यार बहुत ही फनी चल रही है ये मूवी, देखा जाए ये लोग सब राम लक्ष्मण बन रखे हैं, है ना। और देख देख इस पार्ट में क्या होने वाला है, वो अपनी रामायण परफॉर्मेंस देते हैं तो क्या होने वाला है। सो आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। പ്രിയമുള്ള നാട്ടുകാരെ, വടംവലി പ്രേമികളെ, മഹീന്ദ്ര ജീത്തോ മിനിവാൻ അവതരിപ്പിക്കുന്ന ബലാബലം 2016 അഖിലേന്ത്യാ വടംവലി മത്സരത്തിന് ഇവിടെ തിരിതെളിഞ്ഞിരിക്കുകയാണ്. മെയ്ക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും പ്രതീകമായ ഈ പോരാട്ട വീതിയിലേക്ക് രക്തം ചീന്തി പടമൊരുതുന്ന ഈ പോരാട്ട മണ്ണിലേക്ക് ഏവരെയും സുസ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പാപ്പന്റെ സർബത്ത് വീട്ടിലെ പണി പാളൂലോ. പാപ്പനില്ലാണ്ട് വടം വലിക്കണ കാര്യം എനിക്ക് ആലോചിക്കാനേ മേല. പാപ്പനില്ലെങ്കിൽ എന്താ ഈ അറക്കല പൂല്ല. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. എക്സ്ക്യൂസ് മീ. അറക്കല ബുസാറല്ലേ? അതെ, അറക്കല ബുസാറാണ്. ഞാനാ കൈപ്പുഴ കുഞ്ഞപ്പൻ. കുഞ്ഞപ്പൻ മാമ. ഇനി കൈപ്പുഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ചേട്ടൻ വീണ്ടും വരൂട്ടാ. മക്കളെ ജയിച്ചോളൂട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോടാ. അതെ, അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമി ആവേശത്തിന്റെ തിരകൾ. भाई सब अपना पूरा पूरा जोर लगा रहे हैं, देखना। क्या बात है, बुद्धि आती है। क्या बात है, आते हैं यार। പാപ്പം വരില്ലേ? അയാള് വേറെ വിട്ടാ മതിയായിരുന്നു. 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവും. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജി പാപ്പനെന്ന് വന്നില്ലേ? ഷാജി പാപ്പൻ പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി 50,000 वेस्ट करने के लिए आए हो। ഉടങ്ങാണല്ലോ, ഇനി മുട്ടയിടും. പൂര കൊടിയേറി മക്കളെ. आ गए क्या शाजी? ओ राम बन के आए शाजी, भाई भाई क्या लग रहा है शाजी, बिल्कुल मेरा ट्रेनर जैसा। എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാണ്. അപ്പനെങ്ങനെ അവിടെ നിന്ന് ഷൂട്ട്? അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ടാ സർവത്തൊന്നും ചെയ്തല്ലോ. ഒന്നുമില്ലടാ, ഈ ഉടുപ്പൊക്കെ പറഞ്ഞ സ്ഥലമാണ്. चेंज कर लिया शाजी ने, बस शाजी लेकिन कुछ भी कर सकता है बच्चों के लिए। वो कैसे करता है ना, वो उनका पूरा बूस्ट अप कर लेता है शाजी। वाह अच्छा, ये जीत के शाजी एंड ऑल। वाह ओ अच्छा, ये वाली भी बढ़िया खेल है शायद। शाहजी देख रहा था ना, पूरा रखा है, पूरा गमछा हिला हिला के। ओए चिटिंग कर रहा है ये शाहजी भाई, बिल्कुल नहीं मानते चिटिंग। वो कैसे इनको बूस्ट अप कर रहा है ना, बहुत बढ़िया भाई। जीत जाओगे। अबू देख लो पीछे। आए कैप्टन क्लिटस का मैंने ये देखना था। जीत गए ना, इनका तो गुस्सा कर रहा है। गाड़ी जीत गए क्या?
ശ്രീ എബ്രഹാം കുരുവിള. ഇതാ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് 51 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് നേടിയിരിക്കുന്നത് മറ്റാരുമല്ല ഷാജി പാപ്പൻ നേതൃത്വം നൽകുന്ന വിന്നേഴ്സ് പോത്തുമുക്ക്. നമുക്ക് കിട്ടുന്ന കപ്പായിരുന്നു. ആ കപ്പ് നമുക്കുള്ള തന്നെയാണ്. അതിനെ ഒരുപാട് തൊട്ടുരുമിന്ന് ഇരിക്കട്ടെ കേട്ടോ, നാളെ വിൽക്കാനുള്ളതാ. അത് വിറ്റോണ്ട് നമുക്ക് ആധാരം തിരിച്ചെടുക്കണം. പിന്നെ ഉതുപ്പ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്ലബിന്റെ പണി തുടങ്ങണം. അതെ, അതിന്റെ ഒരു കുറവ് നിനക്കുണ്ട്. എടാ, ഭക്ഷണം കഴിയുമ്പോഴത്തേക്കും കപ്പ് ഇവിടെ പണയം വെക്കേണ്ട ഗതികേട് വരരുത് കേട്ടോ. ഇറങ്ങല്ലേ. സ്വർണ്ണ വില ഇടിയുന്നു. ദൈവമേ, കഷ്ടപ്പെട്ട് കുറച്ച് സ്വർണം കിട്ടിയപ്പോൾ പണി പാലും വെള്ളത്തി. ഇത് ചേട്ടന്റെ കൂടെ പഠിച്ചാന്നോ? അല്ല, നല്ലതാ തിന്നു. ചേട്ടാ, ഈ സീൻ എന്നിട്ട് ആർക്കാക്കി തരും? തിരക്ക് അടുപ്പം കൂട്ടി തരുമെന്നു. ആ കടുപ്പൊന്ന് കൂട്ടിക്കൂടെ. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതെങ്കിലും ഉണ്ടോ അവിടെ? ഷാജേട്ടൻ അങ്ങോട്ട് പോയി. പഴംപൊരി കഴിച്ചില്ലായിരുന്നല്ലോ. തിരിയാൻ 100 ചാള 80 കൊഴുവ 120. തിരിയാൻ 100 ചാള 80 കൊഴുവ 120. തിരിയാൻ 100 ചാള 80 കൊഴുവ 120. എന്തെടുക്കണ്ടേ ഏട്ടാ? തിരിയാൻ എടുക്കട്ടെ. ये कोई इसकी बीवी है शायद, इसको छोड़ के नहीं गई थी, मेरे को ज्यादा लगता है। हाँ, इसकी बीवी है, इसको छोड़ के गई थी जब शजी बेचारा बीमार था। സുഖമാണോടി നിനക്ക്? ഈ പിള്ളേരൊക്കെ ഏതാ? വടക്ക് രണ്ടും എന്റെ, ओहो, उसके बच्चे है തെക്ക് രണ്ടും പൊന്നപ്പന്റെ. बेचारा शाजी। എന്നിട്ട് അവനെന്തി? എന്റെ നടുവൊന്ന് വെട്ടിയായിരുന്നു, പൊന്നപ്പനെ ഇട്ടിട്ട് പോയി. उसने अरे कर्मा അത് നന്നായി. നേരി मेरी കർത്താവിന്റെ അമ്മയുടെ പേരുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യൂദാസിന്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് ओह കാണിച്ചത്. എന്നായാലും ഇങ്ങനെ നല്ലൊരു നിലയിലായാലും എനിക്ക് സന്തോഷമുണ്ട്. ഹരി, ഷാജിയേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? പോരുന്നോ എൻ്റെ കൂടെ? खुशी हो गई। അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. खुश हो गई थी, पूरी दूसरे जंक्शन होगा, अब तो ज्यादा भी दूर मिलेगा। ठीक क्या, बिल्कुल ठीक क्या। അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, वही, ഇത് തന്നെയാണ് കറക്റ്റ് സ്ഥലം. ये पागल है। ഷാജേട്ടാ, അവനെ തീർത്ത് കളയേണ്ട നേരം. ഓ, വിടറാവൂ, അവനേതോ വേട്ടാവളിയാണ്. വണ്ടി കയറാം മക്കളെ. അത് ഞാൻ പിടിച്ചോളാം. പന്നിമറ്റത്ത് വർക്കിപ്പാപ്പന്റെ ഭാര്യ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വാടി, നാട്ടുകാർക്ക് വരാ കേട്ടോ. എന്നതാടാ കിടന്ന് വിളിച്ചു പോകുന്നത്? ഊകന്തള്ളേ, അന്ന് നല്ലൊരു കാര്യത്തിന് ഞാൻ ആധാരം മടയാൻ വെക്കാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്നതാ തരാൻ പറ്റുകയില്ലെന്ന്. പിന്നെ എന്റെ നെഞ്ചത്തൊരു ചവിട്ടും ഇല്ലയോ? അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്നറിയാം. എന്നാ ചെയ്ത്? ഞാൻ അമ്മച്ചിയുടെ ആധാരം അന്ന് നിങ്ങൾ എന്നതല്ലേ പറഞ്ഞ് ഞാനൊരു പടുവാഴാന്നല്ലയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കുന്നറിയാം. 50 പവന്റെ സ്വർണ്ണ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ സ്വർണ്ണ കപ്പ്. അത് കാണിച്ചു വിടാ. मेरे को पता था। यार बहुत तू देख उन्होंने चेंज कर दिया। उसने बोला नहीं था इस कप के हकदार हम हैं। कप कहाँ गया? बेचारा शजी, बहुत गलत हुआ यार। ആരാന്നറിയത്തില്ലല്ലോ. ആരായിരിക്കും? ക്ലീറ്റസ് കുഞ്ഞ്, ഒന്ന് ആലോചിച്ച് നോക്കടാ മോനെ. നീ ഇത് ആർക്കടാ ഓർമ്മയില്ലാതെ എടുത്തു കൊടുത്തത്? ഞാൻ എന്നാ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായാലോ പാപ്പാ. അല്ലാതെ സത്യം പറ ക്ലീറ്റസേ, നീ അത് എവിടെ കൊണ്ടുപോയി വിറ്റു? उसको याद आ गया, शाजी ने अपना दिमाग लगा लिया।
वो बंदे आए थे റാവേ उन्होंने ही നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോടാ ഏതാ വണ്ടിക്കാരൻ? നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? അതെ, മറിയാമ്മയുടെ ആരാ ഉള്ളേ? ഞാൻ എന്നാ കാണണമെന്നുള്ളവർ വന്ന് കണ്ടോളൂ കേട്ടോ. ओ देखना चाहती हूँ ഞാൻ എങ്ങനെയാടോ ആ തള്ളനെ പോയി കാണുന്നത്? പാപ്പ, അമ്മച്ചിക്ക് അത്ര ആയുസ്വദിച്ചിട്ടെന്ന് വിചാരിച്ചാ മതി. ചെല്, പാപ്പ ചെന്ന് കാണും. അമ്മച്ചിയുടെ ആത്മാവ് എന്നും ഷാജേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും. ഷാജേട്ടൻ ഒന്നും അറിയണ്ട, പന്തലൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. പോയില്ലോടി. നിനക്ക് വിഷമമില്ലേ? जाओ भाई देख लो अम्मा വിളിച്ചു പറഞ്ഞു. ये तो पूरी तैयारी कर रहे हैं यार സച്ചിനൊന്ന് വിവരം അറിയിക്കണം. पहले बोल तो दो वो तो अभी जा हुई है जिंदा है नहीं मर गई शायद ഞങ്ങൾ തമ്മിൽ പിണങ്ങുമായിരുന്നെങ്കിലും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോകാൻ നേരത്ത് എല്ലാം പറഞ്ഞായിരുന്നോ? എങ്ങോട്ട് പോവാൻ? ബോധം വീണപ്പോഴേക്കും ഏതോ അലവലാതി ഷാജിയെ കാണണ്ടാന്നും പറഞ്ഞ് പിണങ്ങി കിടക്കുക. പക്ഷെ ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കാൻ പറ്റില്ല. പിണങ്ങി കിടക്കുന്നു. എടി ചത്തില്ലായിരുന്നു നീ. കോപ്പ്. ചത്തില്ലായിരുന്നോ? അമ്മച്ചി പറയുന്നു പാപ്പ. അല്ല അന്ത്യാഭിലാഷം വല്ല ഒന്നോടി എന്നാ അമ്മച്ചി. അത് ശരി, ഇത് തെറി പറയാതിരിക്കാൻ വെച്ചേക്കുമായിരുന്നു. ഷാജേട്ടാ, അതെ, എന്നാടാ അവൻ? അമ്മച്ചിയുടെ ബോഡി കൊണ്ടുപോകാനായിട്ട് AC ആംബുലൻസ് തന്നെ വന്നിട്ടുണ്ട്. ബോഡി എടുത്തോ. നീ തന്നെ എടുത്തോ. ഷാജേട്ടൻ പുറകെ പിടിച്ചാൽ മതി. ഓ ഞാൻ പിടിക്കാം. അവന്റെ ബോഡി ഇപ്പൊ എടുക്കും. ഒറ്റ ദിവസം കൊണ്ട് 15,500 രൂപ. ക്യാൻറ്റീനാ കൂടുതൽ. ഇതിപ്പോ കപ്പും പോയി വീടും പോയി തള്ളയും പോകുന്നാ തോന്നുന്നത്. बेचारी इतना बड़ा ആധാരം തിരിച്ചു കൊടുക്കാതെ ഐസിന്ന് ഇറങ്ങാല്ലെന്നാ തള്ള പറയുന്നത്. തല തണുപ്പാന്ന്. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഐസിവിന്റെ തൊട്ടിപ്പുറത്തുള്ള മോർച്ചറി നമുക്ക് അമ്മച്ചിനെ അവിടെ കിടത്താം. അവിടെ മുതൽ തണുപ്പുണ്ട്, കാശും കുറവാണ്. ഞാൻ പിടിക്കില്ല, ഞാൻ പിടിക്കില്ല. എല്ലാരും കൂടി എന്നെ കൊല്ലൂടാവേ. ഷാജേട്ടാ, രാജസ്ഥാനിൽ നിന്ന് പോലും വന്നിട്ട് ചവിട്ടിയാ പോരായിരുന്നോ? ചേട്ടന്റെ ഡൗട്ട് ശരിയായിരുന്നു. അവന്മാരെ കിട്ടി. അണലി സാബു അവന്റെ പേര്. ബോംബ് പൊടി ചത്തുപോ ഏതൊരു ചെറുത്താൻ ലാസർ. അവൻ അനീന. എനിക്ക് ഉറപ്പാണ് ഷാജേട്ട അവൻ തന്നെ നമ്മുടെ കപ്പടിച്ചു മാറ്റിയത്. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ ചില്ലറക്കാരിലട്ടോ അവന്മാര് ഷാജേട്ടാ. അവന്മാർ റബ്ബർ ഫാക്ടറിയുടെ മറവിൽ പെരുമ്പാവൂർ ബോർഡല്ലേ അനധികൃത ട്രാൻസ്ഫർ നടത്തണവന്മാരാ. നമ്മൾ വിചാരിച്ചാൽ കൂട്ടിയെ കൂടിയല്ല. എന്നാ പിന്നെ ഇറങ്ങും ഷാജേട്ടാ. സാധനം കടറാ. ഇന്നത്തോടെ അവന്മാരുടെ അവസാനം. पूरी टीम चल पड़ी. रात की मेहनत भी की होगी. ये देखना अब होगा शाजी वर्सेस ഷാജി പാപ്പന അങ്ങ് ഹൈറേഞ്ച് ചെയ്തു. നീ കൊണ്ടുപോയി ഞങ്ങളുടെ കപ്പില്ലയോ? അത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വന്നതാ. बोलेगा അത് क्या ശരിയാ. proof है? നീ ഇവിടുന്ന് കൊണ്ടേ പോവും. ഇതേ എന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറിന്റെ സ്ഥലവാ. എടാ കുഞ്ഞെ അണലി സാബുവേ, ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. അന്ന് നീ കൊണ്ടുപോടാ. നടുവീട്ടിയില്ല ഭാഗ്യം. साथ में वो भी लाए चश्मा. यार इसको पीटने के लिए चश्मा मिला. ये शादी सब उससे लेटेस्ट का चश्मा देख रहा. उल्टा पहन लिया क्या? अच्छा स्विमिंग वाले. You are so funny. ടൂൾസ് എടുക്കടാ. टूल्स क्या है? टूल्स में क्या लाया?
चटनी भैया अर्धे क्रेजी कितना देसी लड़ते हैं। क्या मिर्ची है ये मिर्ची निकालो मत। मिर्ची डालना ये टेक्निक वैसे तभी करके भाई सामने ये है ना कि ट्रॉफी कहाँ से लेंगे। वही एक एक को धोक धोक डिश क्या मारा है शादी उसको दिख तो नहीं रहा है ക്ഷമിക്കണം ചേച്ചി ഒരാളെ കുറച്ച് പശക്കാം. എന്തിനു ഇപ്പൊ ഇത് ഞാൻ ഡീസന്റാ ओह मिर्ची डाल के सब अपनी टेक्निक दिखा रहे हैं और ये आइडिया अच्छा किया वैसे फॉलो करना चाहिए भाई फॉलो करना चाहिए ये आइडिया वैसे मारने के साथ में क्या आइडिया दिमाग लगाया भाई ओह मुझे इतना मजा आया जब उसने मारा उसको बहुत बढ़िया और लास्ट में उनको अपनी ट्रॉफी भी मिल गई। मतलब इतना क्रेजी आइडिया था वो लिटरली उसने मिर्ची ली मिर्ची डाल डाल के उन्होंने मारा है यार बहुत ही फनी था क्या आइडिया लगाया था भाई इसने शज्जी ने बोलना पड़ेगा तो यार अगला बार देखिए इसके ऊपर ट्रॉफी तो मिल गई और जो घर के डॉक्यूमेंट्स है वो भी छुड़ा देगा बट मेरे को लगा था कि बेचारा शज्जी से नहीं हो पाएगा लेकिन शज्जी ने दिखा दिया कि वो किसी से कम नहीं है तो गाइस यही था हमारा रिएक्शन आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा अगर अच्छा लगे तो हमारी वीडियो को लाइक करिए शेयर करिए कमेंट और करिए अगर चैनल पे नहीं तो सब्सक्राइब। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है अगर फॉलो करना चाहते हो तो कर सकते हो बाय